ഇവരൊക്കെ ഇതിന് നാണം കൂടാതെ എവിടെ പോയാലും വലിച്ചുവാരി കഴിക്കുന്നേ. ഷോർട്ട് ഗ്ലാസ്സിലൊക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ് വെച്ചിട്ടുള്ള ഷോർട്ട് അടിക്കും. 5B അടിച്ച കടയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്സ്. സോ നമ്മ ലാസ്റ്റ് വ്ളോഗിൽ കണ്ട പോലെ നമ്മ ഇപ്പം ഇവന്റെ അമ്മേന്റെ വീടിന്റെ സൈഡ് പോവാ, അവിടെ ലേക്കൊക്കെ കാണാൻ പോവാ. സോ അവിടുത്തെ ബസ്സുണ്ടോ ഗൈസ്, കേരള ട്രാൻസ്പോർട്ട് ബസ്. സോ എത്തിയിട്ട് കാണിക്കാം ഗൈസ് അവിടുത്തെ വ്യൂ, അവിടുത്തെ നേച്ചർ എവരിത്തിങ്. ഓക്കെ, ഇതാണ് ഗൈസ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അവിടെ ആ സൈഡിൽ ഇത് അഭിനവന്റെ പ്ലോട്ടാ, കണ്ടു വെച്ചോ. ബിൽഡിംഗ് പണിയാ വേറെന്ത് വേണം? ജിം ജിം ജിം, ഇതാണ് ജിമ്മ്. ഓ ഗൈസ്, ഇത് ഇതിലേക്കാ. എത്ര വർഷം കൊണ്ട് തൃശ്ശൂർ നിൽക്കാൻ? പേരല്ല, പുല്ലൂട്ട് പാലം എന്നാ പറയാ. ആ, പുല്ലൂട്ട് പാലം. എന്ത് പാല? ബ്ലൂടൂത്ത് പാല, പുല്ലൂട്ട് പാല. ആ, വെരി ഗുഡ്. സോ അങ്ങനെ തൃശ്ശൂരിൽ പാലവും കണ്ട്, അഭിനവന്റെ വീടും കണ്ട്, അഭിനവന്റെ റിച്ച്നെസ്സും കണ്ട് ഇവൻ ഷോക്കായിരിക്കുന്നു. അല്ല, ഇപ്പൊ വീട്ടിലാരും ഉണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് പോയിട്ട്. ഓക്കെ, അമ്മ വീട് ആ സൈഡിൽ ആരും ഇല്ല, പക്ഷെ സ്റ്റിൽ അവിടുത്തെ വ്യൂ നല്ലതാന്നാ പറഞ്ഞത്. ഈ ലേക്കാണോ നീ പറഞ്ഞത്? ലേക്കിന്റെ സൈഡായിട്ടാണ് അവരുടെ വീട് കേട്ടോ. ഇനി എന്ത് വേണം? നമുക്ക് പോയി കുളിക്കാം അവിടെ, വാ. അല്ലേ? സോ ആസ് യൂഷ്വൽ നാട്ടിലെ വഴിയൊക്കെ ഇങ്ങനെയാ, ചെറിയ വഴി. കോക്കനട്ട് കോക്കനട്ട് കോക്കനട്ട്. ഇല്ല, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലടാ. നിനക്ക് വേണ്ടിയല്ല. ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്തിനല്ലായിരുന്നു. പീസ്ഫുൾ ഏരിയ. അവിടെ കണ്ടോ ഗൈസ്, നദി, വെള്ളം, മോട്ടീസ്, എവരിത്തിങ് ഉണ്ട് ഇവിടെ. അത്ര മുണ്ടൊക്കെ ഉടുത്ത ആൾക്കാർ. ഇവിടുത്തെ ഓട്ടോ ഗൈസ്, ഫസ്റ്റ് ഓട്ടോ ഇവിടുത്തെ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അത് പ്രൈവറ്റാ. പക്ഷേ ഇതാണോ വീട്? ഇത് അമ്മയുടെ, ഇവിടെ ആരും ഇല്ല, ഇപ്പൊ അടച്ചിട്ടിരിക്കുക. നമ്മുടെ പണ്ടത്തെ തറവാട്. നിതിൻ ചേട്ടൻ അറിയില്ലേ? നിതിൻ ചേട്ടന്റെ വീടാണ് അത്. ഓ, അവളുടെ ഒരു കസിന്റെ വീട്. ഓക്കേ, ആരുമില്ല ഇവിടെ, ആരും ഇല്ല. അവിടെ അറിയില്ലേ നിതിൻ ചേട്ടൻ? വീട് അടച്ചിട്ടിരിക്കുകയാണ്. അവിടാണ് അമ്മ താമസിക്കുന്നത്. നിതിൻ ചേട്ടനൊക്കെ അവിടെ. നിതിൻ ചേട്ടൻ അമ്മയുടെ വീട്ടിൽ ഒരു ആന്റീനെ കണ്ടില്ലേ? ആന്റിയുടെ വീടാണ് അത്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ആരും ഇല്ല. സോ നമുക്ക് ലേക്ക് സൈഡ് പോവല്ലേ? പക്ഷെ കല്യാണം നടക്കണോ അവിടെ? ബാക്ക് സൈഡിൽ പോകാൻ പറ്റത്തില്ല. കല്യാണം നടക്കുക. നമ്മുടെ ഫ്രണ്ടിന്റെ ഹോള് കല്യാണം നടക്കുക. സോ വിൽ സീ പോകാൻ പറ്റുമോ ഇല്ലെന്ന്. പോവാണെങ്കിൽ നമുക്ക് പോകാം ഗൈസ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ ടാ. സോ ഗൈസ്, നമ്മ ഒരുങ്ങിയൊക്കെയാ വന്നേക്കണേ. സോ ആൾക്കാർ വിചാരിക്കും നമ്മ കല്യാണത്തിന് വന്നേക്കുക. ജസ്റ്റ് ഒന്ന് പോയി മുണ്ടിടാതെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല എനിക്ക്. ഇവനെ കണ്ടാ വിചാരിക്കും കല്യാണത്തിന് വന്നേക്കാന്ന്. പക്ഷെ ഇവനെ കണ്ടത് അരെ എന്നെ കണ്ടത് തോന്നത്തില്ല കാര്യം. ഞാനൊരു ജിം പേഴ്സൺ അല്ലേ, അപ്പം ജിം പേഴ്സണാലിറ്റി പോലെ നടക്കണ്ടേ. ഇവരൊക്കെ ഇതിന് നാണം കൂടാതെ എവിടെ പോയാലും വലിച്ചുവാരി കഴിക്കുന്നേ. ഗൈസ്, ലേക്ക് വരെ പോകാം. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന പോലെ ഗൈസ്. അവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവന് ജ്യൂസ് കുടിക്കണമെന്ന്. കല്യാണം നാളെയല്ലേ നിങ്ങൾ? കല്യാണത്തിന് വന്ന് ചുമ്മാ കയറി ഇപ്പൊ പെണ്ണുങ്ങളുടെ സൈഡ് എന്താ ഓസിന് ജ്യൂസ് കുടിക്കണമെന്ന്. അവിടത്തൊക്കെ കല്യാണത്തിന് പറഞ്ഞില്ല, ചുമ്മാ ഓസിന് ജ്യൂസ് കുടിക്കാൻ വന്ന്. പക്ഷെ നമ്മ ഇവിടെ ലേക്ക് കാണാൻ വന്നത് ഗൈസ്. വി ആർ വെരി ജെന്യൂൻ ഗൈസ്, യു നോ. ഉഫ, എന്ത് ചൂട് കണ്ടിട്ടില്ല? ചൂട് കണ്ടോ? സൈക്ക് വേറെന്ത് പറയാൻ പറ്റും? ബാംഗ്ലൂർ ഒരു തണുപ്പും പ്രശ്നം എനിക്ക്. ആൾക്കാർ കുറേ ഉണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. സോ അങ്ങനെ നടന്ന് നമ്മ വ്യൂ പോയിന്റ് കാണിക്കണോ? ദിസ് ഈസ് ദ വ്യൂ.
വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. അവിടെ കല്യാണം നടക്കുന്നത്, ഇവിടെ നമ്മ എൻജോയ് ചെയ്യുന്നു. വെയിലടാ തൂക്കുവാലം പോലെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മ അവിടെ നിന്ന് കാണിച്ചില്ല, ഇത് ഏത് പാലാന്ന് പറഞ്ഞില്ല. ആ പാലത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചാടിയത് അല്ലേ. നൈസ്. ആ എല്ലായിടത്തും വെറുപ്പാണില്ല. അല്ലേ ഇവന്റെ വ്ളോഗ് സ്റ്റാർട്ടായി. നീ എന്തിയാ? ഏത് വ്ളോഗാണ്? ബ്യൂട്ടിഫുൾ. കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ കല്യാണമായ കാരണം നമ്മ തിരിച്ചു. ആ ദൈവനും ഇപ്പോഴും ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് വരാം ഗൈസ്. നമുക്ക് ചുമ്മാ ജ്യൂസ് കുടിക്കാം. രണ്ട് നാണന്മാരൻ അഭിനയ ഐഡിയ എടുത്താ. നീ വാട്ടർ മെല്ലനാണ് വേണ്ടേ? അതോ രണ്ട് ക്ലാസ് എടുത്തുണ്ടാവോ? സോ കുഴപ്പമില്ല, നമുക്കത് കഴിഞ്ഞെടുക്കാം. പാ ഇവൻ കുടിക്കാനും തോർത്ത് ഫസ്റ്റ് പേഴ്സൺ ടു ഡ്രിങ്ക്. ഇവനിതുവരെ കിട്ടിയില്ല, എൻ്റെ കയ്യിലുണ്ട്. ഇവനെ വെയിറ്റ് ചെയ്യാൻ ഇവന് മറ്റേതില്ല, വാട്ടർ മെല്ലൻ. സോ ഗ്രേപ്പ് വാട്ടർ മെല്ലനാണ് ആദ്യം പറഞ്ഞത്. ഗ്രേപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. പുള്ളിക്കാരൻ അവിടെ മധുരമൊക്കെ എടുത്ത് കാരണം ഇവൻ വേണ്ട. കുടിച്ച് തീർത്ത. അപ്പം ഗൈസ് ചിയേഴ്സ്. കുടിച്ചോ. അങ്ങനെ നാണമില്ലാതെ 3 ജ്യൂസും കുടിച്ചിട്ട് ലേക്ക് കാണാൻ വേണ്ടി വന്നായിരുന്നു. 3 ജ്യൂസും കുടിച്ചിട്ട് അതെ. സോ അങ്ങനെ നാണമില്ല, നമ്മൾ തിരിച്ചു പോയി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ്. സോ ഇനി അടുത്ത പ്ലേസ് എടാ കോട്ടപ്പുറം. അറിയത്തില്ല എവിടെ നിന്ന്, ഇവൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. സോ ഗൈസ് ബൈ ബൈ. കല്യാണം ഓൾ ദി ബെസ്റ്റ്. ആർമി കല്യാണം ആവട്ടെ. കോൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി മാരീഡ് ലൈഫ്. നീയും കൂടെ പറഞ്ഞു. 3 ജ്യൂസ് കുടിച്ചിട്ട് വന്നല്ലേ. ബ്ലെസ്സിങ്സ് കൊടുക്കണ്ടേ? ഓക്കെ ഗൈസ്, അങ്ങനെ വേറെ ലൊക്കേഷനിലെത്തി. നമ്മ ചെക്ക് ഔട്ട് ദിസ്. വെട്ടിയാ കൊള്ളാലോടെ കാണാതെ ഉൾവെള്ള ഗൈസ്. ഇവൻ പറയുന്നേ അവിടെ ഒരു വീടുണ്ട്, പൃഥ്വിരാജിന്റെ ഒരു പടം നടന്ന വീടാ. എസ്ര എന്ന് പറഞ്ഞൊരു മൂവി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കാണിക്കാം ഗൈസ്. ഫുൾ എന്താ പ്രേതത്തിന്റെ ഹൊറർ മൂവിയാന്നാ പറയുന്നത്. ഒരു മൂവി നടന്നത്. സോ അങ്ങോട്ട് പോകുമ്പോ കാണിക്കാം ഏതാണ്. വീടൊക്കെ കണ്ട ഇത് വീടാണോ? എന്താടാ ഇത്? വീടാണോ റെസ്റ്റോറൻ്റ് ആണോ? ഇതൊക്കെ എല്ലാം റെസ്റ്റോറൻ്റാ ഗൈസ്. വോഫലാ? എവിടുന്ന്? ഇവനല്ല, അവിടെ വോഫൽ. പോവാൻ പാ. അതേ മീൻ പിടിക്കുന്ന സാധനമല്ലത്. നൈസ്. ഗൈസ് അങ്ങനെ നമുക്ക് വോഫൽസ് ഇഷ്ടമാണ് വിത്ത് എ നൈസ് വ്യൂ, വാട്ടർ വ്യൂ. നമ്മളിപ്പോൾ വോഫൽ കഴിക്കാൻ വന്നേക്കാം. അതെ, ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. ടാറ്റു അടിക്കാൻ പറഞ്ഞു. അതെ, DSLR. വേറെ എന്താണെന്ന് എനിക്ക്. സോ ടാറ്റു അടിക്കാൻ വോഫൽസും കഴിക്കാം ഗൈസ്. സോ ഗൈസ് വോഫൽ ക്യാൻസൽ ബിക്കോസ് 2 മണി കഴിഞ്ഞിട്ടേ വോഫൽ തുറക്കത്തുള്ളൂ. കോഴിക്കോട് പോകാൻ അനദർ പ്ലേസ്. അതെന്താ ജ്യൂസാ? ഫ്രൂട്ട് ബേ അവിടെ കിട്ടും. ആരെങ്കിലും നാട്ടിലുള്ളവർ ആരെങ്കിലും കാണണമെങ്കിൽ കമന്റിൽ എഴുതുക, ഈസ് ഇറ്റ് ഗുഡ് ഓർ നോട്ട്. അതിന് മുന്നേ നമ്മൾ പോയി കഴിച്ചിട്ടുള്ളൂ. ഫ്രൂട്ട് ജ്യൂസിന്റെ ഷോട്ട്സ് ഒക്കെ കിട്ടും. ഷോർട്ട് ഗ്ലാസ്സിലൊക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ് വെച്ചിട്ടുള്ള ഷോട്ട് അടിക്കാം. Experienced. Only with fruit juice, nothing else. Yes. So this is the street. കണ്ടെയ്നർ അവന്റെ പാന്റ് നൈസ് അല്ല, അതുപോലത്തെ ബാഗി പാൻസ് നോക്കുന്നത്. കൊള്ളാലോ ഏരിയ അല്ലേ?
ഇവന്റെ ഈ സൈഡേ ഉള്ളൂ, പക്ഷെ മേള് ചെറുതാ. ആ വലുതാ. സോ അങ്ങനെ എന്തോ കുഴപ്പമില്ല. സോ ആ വീട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏതാ പ്രാതത്തിന്റെ കാണിക്കാം എത്താറായി. ഇതായിരുന്നത് ഫോട്ടോ സെഷൻ ഇല്ലാതെ ഒരു സ്ഥലമില്ലല്ലോ. ഇത് വേറെ എന്തോ ഷോ യു വീട്ട്. പറഞ്ഞ പോലെ വീട് പറഞ്ഞ വീട് ഗൈസ്. പറഞ്ഞ വീട്. ഈ മൂവി കണ്ടിട്ടുള്ളവർ പറയുവാ എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഞാൻ കണ്ടിട്ടില്ല. ജോർജും നയന ഉഷ എന്നൊക്കെ പറഞ്ഞ ആക്ട്രസ് പേര് എനിക്ക് ഓർമ്മയില്ല. അതിലൊക്കെ സ്റ്റാർട്ടിങ് ഓഫ് പീസ് ആയിട്ട്. ബാക്കി ഞാൻ കണ്ടിട്ടില്ല മൂവീസ്. ഐ ഡോണ്ട് നോ. കമന്റ് ചെയ്യുക. ബാക്കി ഇവിടെയൊക്കെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ കുറച്ചുകൂടെ വ്യൂ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. സോ ഇതൊക്കെയായിരുന്നു വ്യൂ ഗൈസ്. ഇവിടെ വൈകുന്നേരം വരണം, നമ്മൾ ഉച്ചയായപ്പോഴാണ് എത്തിയത്. പക്ഷെ കുഴപ്പമില്ല, വിൽ മാനേജ്. ബാക്കി ഇന്നിവിടെ പ്രോഗ്രാം ഉണ്ട്. അത് പ്രോഗ്രാം കഴിഞ്ഞു കാണുമായിരിക്കും. സോ ഇനിയും പോകുവാണോ? വാട്ട് സീൻ? വാ ലഞ്ച് കഴിക്കാൻ ഇറങ്ങാം ഗൈസ്. എന്നാ ചൂടാ. ഈ സമയത്ത് നാട്ടിൽ വരാൻ പാടില്ല ഗൈസ്. നാട്ടിലുള്ളവർ നാട്ടിൽ നിന്ന് നിന്നോ. പുറത്തുനിന്ന് പറഞ്ഞവർ പറയാ നാട്ടിൽ ഈ സമയത്ത് വരണ്ട. ബാക്കി എന്നാ ഗൈസ് ഇറങ്ങാം നമുക്ക് ഇവിടുന്ന്. സോ വ്യൂ പോയിന്റിൽ നിന്ന് വന്നിട്ട് നമ്മളിപ്പം ഫ്രൂട്ട് ബേയിൽ എന്ത് കഴിക്കാൻ വന്നേക്കാം? എന്തെങ്കിലും ഓഫറിൽ എന്തെങ്കിലും കിട്ടുന്നത് വച്ചാല് കഴിക്കാം. ആദ്യം ഓർഡർ ചെയ്യാൻ നോക്കാം. സോ വോഫിൾസ്, ചാറ്റ് വോഫിൾസ്, പിന്നെ എന്തൊക്കെയാ ഇന്റീരിയർ ഉള്ളല്ലേ. സോ ഗൈസ് കൊടുങ്ങല്ലൂർ വരുവാണെങ്കിൽ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. 10% ഡിസ്കൗണ്ട്. ചുമ്മാ വരില്ലേ. സോ കഴിക്കാൻ ഗൈസ് ഇവിടെ ഇത്രയൊക്കെ സ്ഥലത്തുണ്ട്. ദുബായ്, കേരള, തമിഴ്നാട്, കർണാടകയിലുണ്ടോ? ഓ ഗൈസ് ബാംഗ്ലൂരിലുള്ളവർ ഇവിടെ പോവാം. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് അങ്ങനെ കഴിച്ച് മധുരം കഴിച്ച് ഭയങ്കര കഴിച്ച് വയറിനിറങ്ങി. അയ്യോ എന്താ ഓർഡർ ചെയ്ത് അത് പറഞ്ഞില്ല. കഴിക്കുന്ന പ്രഷറിൽ എന്താ ഓർഡർ ചെയ്ത് അതുപോലെ പറഞ്ഞത്. ഞാൻ ഓർഡർ വാങ്ങിച്ചത് ഇതായിരുന്നു സംതിങ് വാട്ട് ഗുലാബ് ജാമുൻ ഐസ്ക്രീം. ഇത് ചോക്ലേറ്റ് ഫലൂദ, ഒരു പിന്നെ വേഫലും ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോ? ഇൻസ്റ്റയിൽ ഗൈസ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് പോയി സ്റ്റോറി കാണാം. ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. ബാക്കി ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി ഇവൻ്റെ വീട്ടിൽ പോയി ഫുഡ് അടിക്കാം. ഇത് കഴിച്ചിട്ട് ഡ്രസ്സ് സോറി ഡ്രസ്സ് വാങ്ങിക്കുമ്പം അതുകൊണ്ട് ഫുഡ് അടിക്കാം. ഓക്കെ. സോ ഗൈസ് അങ്ങനെ ഡ്രൈവർ ഹെവി ഡ്രൈവർ വന്നേക്കോ. സോ വ്ളോഗ് നിർത്താം. ഓക്കെ. റിച്ച് കിഡ്സ് കാർ. ഇപ്പം നമ്മ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കോ. നല്ല ഷോപ്പ് ഇതേ വേറുണ്ട്. അതുകൂടെ ഇത് ഓവർ സൈസ് എടുക്കുക. H&M ബാഗ് റിച്ച് കിഡ്. പിന്നെ നീ എന്താ വാങ്ങിക്കണേ? ഓവർ സൈസ് ഷോപ്പിംഗ് എന്തേ? ഇതാ എൻ്റെ ലിസ്റ്റ് ഫുള്ള് മൊത്തം വാങ്ങിക്കാൻ പോവാ. ചേട്ടാ പ്രൈസ് ഒന്ന് പറയാമോ? 9,000 അറൌണ്ട് 10,000 സംതിങ് വാങ്ങിക്കുന്നത്. എത്ര എന്തൊക്കെ വാങ്ങിച്ചു? അതേരിക്കുന്നു. സോറി 5K ബഡ്ജറ്റ് എന്നിട്ട് വാങ്ങിച്ചത്ര 10K ഇൻക്ലൂഡിങ് ഫീസ് അല്ലേ? ഇൻക്ലൂഡിങ് മീ. ഇതാണോ നീ കാർഡ് വാങ്ങിച്ചോണ്ടത്? നൈസ്. വാങ്ങിച്ചോ.
എത്ര? 11 items. അതാണ് മാക്സിമം. മാക്സിമം എത്താണോ? കുഴപ്പമില്ല, 5 നോക്കി കൊടുത്തു ബാക്കി കൂടെ കൊടുക്കണം. വെയിറ്റ് അച്ഛനും വിളി വിളി വിളി. മതി വ്ളോഗ്. So 10K something ആയല്ലോ. So he's going to ask his dad permission എടുക്കുക guys. എടുക്കുന്ന വേണ്ട വേറെ വീഡിയോ എടുത്തിട്ട് പെർമിഷൻ ഗ്രാൻറ്റഡ് ആണോ ഡിനൈഡ് ആണോ നോക്കാം. അക്സെപ്റ്റഡാ ഗൈസ് പെർമിഷൻ കിട്ടി. നാട്ടിൽ വരുവാണെങ്കിൽ കൊടുങ്ങല്ലൂർ വരുവാണെങ്കിൽ ഡു വിസിറ്റ് ലൂപ്പ്. ടോട്ടൽ amount അതായത് ഇതേടാ സ്വൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? സ്വൈപ്പ് ചെയ്തോ, അവിടെ സ്വൈപ്പ് ഇൻസേർട്ട് ചെയ്താ പിന്നും കൂടെ നോക്കട്ടെ. Sale transaction of INR 9,500 rupees has been completed successfully. 1, 2 and 3. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഗൈസ് അങ്ങനെ നമ്മ ഷോപ്പിംഗ് കഴിഞ്ഞു, വീട്ടിലെത്തു, കഴിച്ചു. ഇനിയും വയറിന്നറിഞ്ഞു, വയറ് ഫുള്ളായി. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാ. എല്ലാവരും അവരവരെ സ്ഥലത്ത്. ഇവൻ നിലത്ത്, ഈ താഴെ തന്നെ ജനിച്ചവനാ. നീ നിലത്ത് കിടന്നാൽ മതി. ഇവൻ ഓൾറെഡി കയറി മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. ഞാനും പോയി കിടക്കാൻ പോവാ. ഒരു ലോങ് ബ്രേക്ക്, ഒരു 2 hours 3 hours ഉറക്കം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടിയിട്ട് പുറത്തു പോകാം. ഇതിൽ തന്നെ ബൈ. അവിടെ പോടാ, അവിടെ പോവാ. എங்கே പോறீங்க? പനീർ കറി വാങ്ങിക്കാം. സോറി, യെസ്, നമ്മ ഒരു കറി വാങ്ങിക്കാൻ പോവാ. പനീർ കറി രാത്രിയിലത്തെ ഡിന്നറിന് വേണ്ടി. ഇപ്പോഴും ഉറക്കത്തില്ല, ബട്ട് ഫൈൻ, പോവാം. ബാ, വണ്ടി എടുക്കൂ. ഒരു മാജിക് കാണിച്ചു തരാം ഗൈസ്. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഗേറ്റ് തുറക്കണതാണ്. അവിടെ കാണിച്ചേ ഗൈസ്. ഓട്ടോമാറ്റിക് 5B അടിച്ച കടയും. ഓക്കെ, അത് വണ്ടിയുടെ സിസ്റ്റമാണ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഒരു പാർക്കല്ല, സോറി, ബീച്ചിൽ വാക്കിന് വേണ്ടി വന്നതാ ഗൈസ്. ഇവന് പറയാ, എടാ കാട്ടുകൊള്ള നമുക്കൊന്ന് പുറത്തു പോയി. സോ അങ്ങനെ നിലാവുള്ള രാത്രിയാണ്. നിലാവുള്ള രാത്രിയിൽ ബീച്ച് എത്തിയിട്ട് കാണിക്കാം ഗൈസ്. ഓൾമോസ്റ്റ് ബീച്ചിലെത്തി. ഞാൻ ബീച്ച് കണ്ട് ഐ മീൻ ഞാൻ ബീച്ച് ജനിച്ച് ഞാൻ കണ്ട് മടുത്ത സ്ഥലമായത്. പക്ഷെ സ്റ്റിൽ ഐക്കോട് ബീച്ചിന്റെ പേര്. സോ ഞാൻ അത് പറഞ്ഞു വന്നത്, ഞാൻ കണ്ട് മടുത്ത സാധനമായത്. ബട്ട് സ്റ്റിൽ ഒരു രസത്തിന് വേണ്ടി വന്ന് ഇവിടെ ബീച്ച്. അത് ഒന്നും കാണത്തില്ല, രണ്ട് ഫാഷൻ ഷോമാരെ കാണാം. ഒരാളവിടെ, ഒരാളത് ഫോണിൽ. ഓക്കെ, സോ ഫൈനലി ബീച്ചിലെത്തി. ഒരാൾ ഹായ് എന്നൊക്കെ എന്തൊക്കെ പറയുന്നത്. നൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോയി. ഇനിയും സോ നമുക്കിനി വീട്ടിൽ പോകാം. സോ ഗൈസ്, ഡൺ ഫോർ ദി ഡേ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീട്ടിൽ വന്നതേ കടക്കാന്നുള്ള കടക്കാൻ പോകുക. ഒരാൾ ഓൾറെഡി ഡൗൺ ആയി കിടക്കുമോ. ഒരാൾ കുളിക്കാൻ പോയിക്കുക. അതിന് എപ്പോൾ 1 മണിക്കൂറായി പോയിട്ട് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ഹിയർ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ ഞാൻ പറയണോടാ, കമന്റ്, എന്തൊക്കെയാ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലേ? സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, സോ ടിൽ ദെൻ ബൈ, സീ യു.